ഷാലോം ടെലിവിഷൻ്റെ പ്രത്യേകിച്ച് ഈ ഡെയിലി മിറർ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ഈ 25 മിനിറ്റ് സമയം ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് പരിചിന്തനം ചെയ്യുവാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുവരെയും ചെയ്തു വന്നിരുന്നത് തന്നെയാണ്. അതിൽ നിന്നൊരല്പം വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാനൊരു വിഷയം തിരഞ്ഞെടുത്തത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്കാ വിശ്വാസി, അതുപോലെ കത്തോലിക്കാ സഭയുടെ അംഗം ആയിരിക്കുന്നത്? ഇത് ഞാൻ എടുക്കാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. പലപ്പോഴും സഭയുടെ ദൃശ്യമായ ഘടകങ്ങളിലും ഘടനകളിലുമൊക്കെ ഉണ്ടാകുന്ന ചില വീഴ്ചകളുടെയൊക്കെ പേരിൽ ഈ ഘടകത്തെ എല്ലാം തള്ളിപ്പറഞ്ഞ് ബാഹ്യമായിട്ടുള്ള ചട്ടക്കൂടിനെ തള്ളിപ്പറഞ്ഞ് യേശുവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ടത് മതി എന്ന് ചിന്തിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയിൽ അംഗമായിരിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അവരുടേതായ കാരണങ്ങൾ അവർ നിരത്തുകയും ചെയ്യും. എന്നാൽ ആധികാരികമായിട്ട് ഇതേ സംബന്ധിച്ച് സഭ എന്താണ് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലുമൊക്കെ സംഘടനകളുടെയോ ക്ലബ്ബുകളുടെയൊക്കെ അംഗങ്ങളായിരിക്കും. ആ അംഗങ്ങളായിരിക്കുന്നിടത്തോളം കാലം നമ്മളതിൻ്റെ നിയമാവലിയും ഒക്കെ അനുസരിച്ച് മാത്രമേ നമുക്ക് അതിലംഗങ്ങളായിരിക്കാൻ കഴിയുകയുള്ളൂ. ഇതുതന്നെയാണ് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചും പറയേണ്ടത്. അത് കേവലം ഒരു ആധ്യാത്മിക യാഥാർത്ഥ്യം മാത്രമല്ല സഭ, നേരെ മറിച്ച് ഒരു ഭൗതികമായ കാണാവുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതൊരു ഭൗതിക സമൂഹമാണ്. ശരിയാണ്, അതിൻ്റെ ലക്ഷ്യം ആധ്യാത്മികമാണ്. ഇത്തരുണത്തിൽ ആരാണ് കത്തോലിക്കാ സഭയിൽപ്പെട്ടവർ എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്. 837 നമ്പറിൽ ഇപ്രകാരമാണ് അതേക്കുറിച്ച് പറയുന്നത്. ഞാനൊന്ന് വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരും സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള രക്ഷയുടെ സകല മാർഗങ്ങളോടുമൊപ്പം സഭയുടെ മുഴുവൻ ഘടനയും സ്വീകരിക്കുന്നവരും മാർപ്പാപ്പയിലൂടെയും മെത്രാന്മാരിലൂടെയും ഭരിക്കപ്പെടുന്ന സഭയുടെ ദൃശ്യ ഘടനയിൽ വിശ്വാസ പ്രഖ്യാപനം, കൂദാശകൾ, സഭാപരമായ ഭരണക്രമം, കൂട്ടായ്മ എന്നിവയാൽ സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങൾ വഴി ക്രിസ്തുവിനോട് യോജിച്ചിരിക്കുന്നവരും സഭയുടെ സമൂഹത്തിലേക്ക് പൂർണ്ണമായി ചേർന്നവരാണ്. സഭയിൽ ഉൾപ്പെട്ടിരുന്നാലും സ്നേഹത്തിൽ നിലനിൽക്കാത്തവൻ രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ളവൻ ശരീരം കൊണ്ട് സഭയുടെ മടിയിലാണ്, പക്ഷേ ഹൃദയം കൊണ്ട് അങ്ങനെയല്ല. ഇത് വേറൊരു സ്ഥലത്തു നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ജനതകളുടെ പ്രകാശം എന്ന തലക്കെട്ടിൽ രണ്ടാം വത്തിക്കാൻ സുനോഗദോസ് ഒരു രേഖ ഇറക്കിയിട്ടുണ്ട്. അത് സഭയെക്കുറിച്ചാണ്. ആ രേഖയുടെ 14-ാമത്തെ ഖണ്ഡിക ഇവിടെ ഈ മതബോധന ഗ്രന്ഥം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. എന്താണത്? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരും സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള രക്ഷയുടെ സകല മാർഗങ്ങളോടുമൊപ്പം സഭയുടെ മുഴുവൻ ഘടനയും സ്വീകരിക്കുന്നവരും. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരായിരിക്കണം. അല്ലാത്തവർക്ക് ഈ സഭയിലായിരിക്കുവാൻ
ബാഹ്യമായിട്ട് പറ്റുമായിരിക്കും, പേരുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ സഭയുടെ അംഗങ്ങളല്ല. കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് വേണം എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഏതെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ബാഹ്യമായ ഒരംഗത്വം എടുക്കുന്നതല്ല. ഒരു ക്ലബിലോ ഒരു സംഘടനയിലോ ഒന്നും അംഗത്വം എടുക്കുന്നത് പോലെയല്ല കർത്താവിൻ്റെ സഭയിൽ അംഗത്വം എടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടാവണം. ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു നമ്മൾക്ക് ചെയ്തു തന്നതുപോലെ ചെയ്യാൻ മനസ്സുള്ളവർ, അവിടുത്തെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മനസ്സുള്ളവരും ജീവിക്കുന്നവരും, അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളത്. അവിടുന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവർ, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ള ആ വ്യക്തികളാണ് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക. അപ്പോൾ പ്രഥമമായിട്ടുമുള്ള വ്യവസ്ഥ ഇതാണ്. ആദ്യത്തെ വ്യവസ്ഥ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായിരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്താണ് നമ്മളോട് പറയുന്നത് എന്നറിയണമെങ്കിൽ വിശുദ്ധ വചനത്തിലേക്ക് തന്നെ പ്രവേശിച്ചാൽ മതി. എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ തീർച്ചയായിട്ടും പിതാവായ ദൈവം വിവിധങ്ങളായിട്ടുള്ള രീതികളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവസാനം അവിടുത്തെ വചനം തന്നെ മാംസമായിട്ട് അവതരിച്ചതാണ് യേശു എന്ന് പറയുന്നത്. ആ യേശുവിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ആത്മാവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ മനസ്സോടു കൂടിയിട്ട് സ്വീകരിച്ച് അംഗീകരിച്ച് അത് ജീവിക്കുക എന്നാണ്. അങ്ങനെ ജീവിക്കുന്നവരായിരിക്കണം. 2, സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള രക്ഷയുടെ സകല മാർഗങ്ങളോടും ഒപ്പം. ആ രക്ഷയുടെ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നീട് പുറകെ പറഞ്ഞു വരും. അതോടൊപ്പം തന്നെ എന്ത് വേണം? സഭയുടെ മുഴുവൻ ഘടനയും സ്വീകരിക്കുന്നവരും. സഭയുടെ മുഴുവൻ ഘടനയും സ്വീകരിക്കുന്നവർ. ഒരാൾ പറയുകയാണ്, എനിക്ക് ഇടവകയൊന്നും വേണ്ട, ഞാനൊരു ഇടവകയിലും ചേരുകയുമില്ല, എനിക്ക് ഏത് ഇടവകയിൽ ചെന്നാലും എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടണം. അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും ഈ സഭയുടെ ഘടനയെ നിരാകരിക്കലാണ്. കാരണം ഇടവക എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു ഘടനയാണത്, ഘടകമാണത്. ആ ഘടകത്തെ അംഗീകരിക്കാതെ നമുക്കൊരിക്കലും ഇതിൽ അംഗങ്ങളായിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ചിലരെങ്കിലും ഉണ്ടാകും ഇടവകയുമായിട്ടൊട്ടും സഹകരിക്കുകയില്ല, ഇടവകയിൽ പലപ്പോഴും അവരെ കാണുകയുമില്ല. അതേ സമയത്ത് അവർ സഭയിൽ ആകമാനം നോക്കുമ്പോൾ വലിയ പ്രവർത്തകരായിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. സഭയുടെ ചെറിയ ഘടകത്തെ പോലും അംഗീകരിക്കുന്നവരായിരിക്കണം. തൻ്റേതായ റോള്, ഭാഗം ആ ചെറിയ ഘടകത്തിൽ ചെയ്യുന്നവരായിരിക്കണം, അതിനെ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ചുകൊണ്ട്. അതുപോലെ നമുക്കറിയാം ഈ ഘടകങ്ങളെന്ന് പറയുമ്പോൾ, ഘടനയെന്ന് പറയുമ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു നിയമ സംവിധാനമുണ്ട്. ഈ നിയമ സംവിധാനത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ചിലതൊക്കെ അംഗീകരിക്കുകയില്ല, ചിലത് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കത്തോലിക്ക സഭയുടെ അംഗങ്ങളായിരിക്കാൻ കഴിയില്ല. പലപ്പോഴും ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അനുവാദങ്ങൾക്ക് എൻ്റെ അടുത്ത് ആളുകൾ വരാറുണ്ട്. ഞാൻ പറയും, നമ്മുടെ നിയമം അനുസരിച്ച് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിയമം പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അത് മനുഷ്യന് വേണ്ടിയിട്ടല്ലേ? അത് ശരിയാണ്, നിയമം മനുഷ്യന് വേണ്ടി തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ സഭയിൽ നമുക്ക് വേണ്ടി ചില നിയമങ്ങൾ തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ അതിനകത്ത് സ്ഥാനമുള്ളൂ. അല്ലാത്തവർക്ക് പോകാം, പുറത്തു പോകാം, ആരും അവരെ പിടിച്ചു നിർത്തുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വസ്തുത നമ്മൾ നിരന്തരമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം, ആ അപ്പം ഭക്ഷിക്കുന്നവർക്ക്, കർത്താവിൻ്റെ രക്തം പാനം ചെയ്യുന്നവർക്ക് നിത്യജീവനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? മറ്റുള്ളവർ ശിഷ്യന്മാർ പറഞ്ഞു ഇത് ഭയങ്കര കഠിനമാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് കഠിനമാണെങ്കിൽ
ഞാൻ കുറച്ച് തരാമെന്നല്ല പറഞ്ഞത്, കാഠിന്യം കുറച്ച് തരാമെന്നല്ല പറഞ്ഞത്. പകരം ശിഷ്യന്മാരോട്, അപ്പസ്തോലന്മാരോട് നേരെ പോയി ചോദിക്കുകയാണ്. ഈ കഠിനമാണ് എന്ന് പറഞ്ഞ് പോയ ആ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങളും പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ അർത്ഥം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ എൻ്റെ നിയമത്തിൽ ഞാൻ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. അതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്കിഷ്ടപ്പെട്ടതുപോലെ ഘടനയെ മാറ്റിമറിക്കുകയും ചട്ടക്കൂടുകളെ മാറ്റുമല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അതുമായിട്ട് നമ്മൾ യോജിച്ച് പോവുക. പോകാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിച്ചു കൊള്ളുക, വേറെ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോഴെങ്കിലും മറ്റു ചില കാര്യങ്ങൾ, നമ്മുടെ രജിസ്റ്ററുകളിലുള്ള തീയതികളൊക്കെ, മാമോദിസായ്ക്ക് ആ സമയത്ത് എഴുതുന്ന ജനന തീയതികളുണ്ടാവും, ഇതൊക്കെ തിരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ആൾക്കാർ വരാറുണ്ട്. ചിലപ്പോഴെങ്കിലും ഞാൻ ചോദിക്കും, ഈ പഞ്ചായത്തിലേതും നമ്മുടെ പള്ളിയിലേതും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. വിദേശത്ത് പോകാൻ വീസായ്ക്കുമൊക്കെ ഇത് രണ്ടും വേണ്ടി വരും. അപ്പോൾ ചിലർ വന്ന് പറയും, പഞ്ചായത്തിലേതുപോലെ ഞങ്ങൾക്കൊരെണ്ണം തരണം. ഉടനെ ഞാൻ അവരോട് ചോദിക്കും, ഏതാണ് ശരി, പഞ്ചായത്തിലേതാണോ പള്ളിയിലേതാണോ? അത് പള്ളിയിലേതാണ് ശരി. അപ്പോൾ ഞാൻ എങ്ങനെ തരും? ഇത് തെറ്റിപ്പോയി, പഞ്ചായത്തിലേതാണ് ശരിയെന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും? മാത്രമല്ല ഞാൻ പറയും, രജിസ്റ്ററുകളിൽ ഒരിക്കലും തിരുത്താൻ നമുക്ക് ഒരധികാരവും ഇല്ല. സർക്കാർ പോലും തിരുത്തുകയില്ല. നമ്മുടെ രജിസ്റ്ററുകൾ തിരുത്തിയാൽ അതിൻ്റെ മൂല്യം പോകും. പക്ഷേ അപ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങൾക്കൊരു ജോലി കിട്ടുന്നതല്ലേ, അല്പം ഒന്ന് മാറ്റിയാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ ബാഹ്യമായിട്ടുള്ള ഘടനകളെ മുഴുവൻ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഏതൊരു നിയമവും അങ്ങനെയാണ്. ആ നിയമം ശരിയാണ്, നമുക്ക് വേണ്ടിയാണ് എങ്കിൽ പോലും അത് ഇല്ലാതെ പോകാനായിട്ട്, അനുസരിക്കാതിരിക്കാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ ഈ ഘടനയെ നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ ഇടവകയോടൊപ്പം നമ്മുടെ രൂപതയുണ്ട്. സിറോ മലബാർ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള സംവിധാനങ്ങൾ, നമ്മുടെ അതിരൂപതയുണ്ട്, മേജർ ആർച്ച് ബിഷപ്പുണ്ട്. അതിന് മുകളിലാണ് ആഗോള സഭയുടെ തലവനായിട്ടുള്ള പരിശുദ്ധ പിതാവൊക്കെ വരുന്നത്. ഇവിടെയെല്ലാം ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇടവകയിലാണ് പള്ളിയോഗം, പൊതുയോഗമുണ്ട്, പാരീഷ് കൗൺസിൽ പ്രതിനിധി യോഗമുണ്ട്, കൈക്കാരന്മാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, അതുപോലെ സംഘടനകളുണ്ട്. ഇതെല്ലാം ഈ സഭയുടെ ബാഹ്യ ഘടകങ്ങളാണ്. ഒരാൾ പറയുകയാണ്, ഇല്ല, എൻ്റെ കുട്ടിയെ ഞാൻ വേദപാഠത്തിന് വിടില്ല എന്ന് പറയുമ്പോൾ ആ വേദപാഠത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾക്ക് കത്തോലിക്കനായിരിക്കാനായിട്ട് കഴിയില്ല. ഇത് പഠിച്ചിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? അങ്ങനെയൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിട്ട് ഇതിലുള്ള അംഗത്വം വേണ്ട എന്ന് വെക്കുന്നതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതേസമയത്ത് രണ്ടും വേണമെന്ന് പറയുന്നത് ശരിയല്ല. എനിക്കിതിൻ്റെ ഉള്ളിലായിരിക്കുകയും വേണം, അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും വേണം താനും, അതിൻ്റെ ഘടനകളെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറുമല്ല എന്നുള്ളൊരു നിലപാട് അത് ശരിയല്ല. അങ്ങനെയുള്ളൊരു കത്തോലിക്കരല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരും സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള രക്ഷയുടെ സകല മാർഗത്തെയും അതോടൊപ്പം സഭയുടെ മുഴുവൻ ഘടനയും സ്വീകരിക്കുന്നവരും, പിന്നെ മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെയും ഭരിക്കപ്പെടുന്ന സഭയുടെ ദൃശ്യഘടനയിൽ, മാർപ്പാപ്പയിലൂടെയും മെത്രാന്മാരിലൂടെയും ഭരിക്കപ്പെടുന്ന സഭയുടെ ദൃശ്യഘടനയിൽ വിശ്വാസ പ്രഖ്യാപനം, കൂദാശകൾ, സഭാപരമായ ഭരണക്രമം, കൂട്ടായ്മയാൽ എന്നിവയാൽ സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങൾ വഴി. അത് ലത്തീൻ ഭാഷയിലും തർജ്ജമ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നീളമുള്ള വാചകങ്ങളാകുന്നത്. കാര്യം ഇതാണ്, ഇതെങ്ങനെയാണ് ഈ ഘടന അല്ലെങ്കിൽ ഇതിന് ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? മാർപ്പാപ്പയിലൂടെയും മെത്രാന്മാരിലൂടെയും ഭരിക്കപ്പെടുന്ന സഭയുടെ ദൃശ്യ ഘടനയിൽ. അവിടെ നമ്മൾ വിശ്വസിക്കണം. മാർപ്പാപ്പയെ ഞാൻ വിശ്വസിച്ചല്ല, മാർപ്പാപ്പയെ ഞാൻ സ്വീകരിക്കാം, പക്ഷേ മെത്രാനെ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് കത്തോലിക്ക അംഗത്വത്തിന് ചേർന്നതല്ല. അങ്ങനെ ഒരാൾക്ക് കത്തോലിക്കനായിരിക്കാൻ കഴിയില്ല ഈ ദൃശ്യഘടനയെ അംഗീകരിക്കാതെ. അപ്പോൾ ഇവരിലൂടെ ഭരിക്കപ്പെടുന്ന സഭയുടെ ദൃശ്യഘടനയിൽ, ഈ ഘടനയിലാണ് മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ചട്ടക്കൂടിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അവിടെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസ പ്രഖ്യാപനം, നമ്മൾ ജ്ഞാനസ്നാനപ്പെടാനായിട്ട് വരുമ്പോൾ വിശ്വാസ പ്രഖ്യാപനം നടത്തണം. ഇല്ല, ഞാനത് ചെയ്യില്ല, എനിക്കതിൽ വിശ്വാസമില്ല
എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് വരണ്ട എന്നേ പറയാൻ പറ്റുകയുള്ളൂ. എനിക്ക് വരികയും ചെയ്യണം, ഞാൻ ആ വിശ്വാസ പ്രമാണം സ്വീകരിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് ഈ അംഗത്വമായിട്ട് ചേർന്ന് പോകുന്നില്ല. ചിലപ്പോഴെങ്കിലും നമ്മുടെ സഭയുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വിമർശനം ഉയരാറുണ്ട്. ചിലത് വിമർശിക്കേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ വിമർശനം അതിര് കടന്നിട്ട് ഞാൻ പറയുന്ന എനിക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ സ്വീകരിക്കില്ല, എനിക്കിഷ്ടമുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, എനിക്ക് യുക്തമെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് വിരുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അംഗങ്ങളായിരിക്കുന്ന സംഘടനകളൊക്കെ കാണും. അങ്ങനെയെങ്കിൽ നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്കത് സ്വീകരിക്കാതിരിക്കാം. അതേ സമയത്ത് സ്വീകരിച്ചിട്ട് പിന്നെ അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു യുക്തിഭംഗമുണ്ട്. പിന്നെ നമ്മൾ അംഗങ്ങളായിരിക്കുന്ന അർത്ഥമില്ല. അതുകൊണ്ട് ഈ കത്തോലിക്കാ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് വിരുദ്ധമായിട്ട് ഉള്ളതിലൊന്നും നമുക്ക് പോകാനും പറ്റില്ല. നമുക്കറിയാം, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരമായൊരു സംഘടനയിൽ അംഗമായിരുന്നു കൊണ്ട് എനിക്ക് എന്നെങ്കിലും കത്തോലിക്കനായിരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. കാരണം അതിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ, വിരോധാഭാസമാണത്. കാരണം എന്താണ്? ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവമുണ്ടെന്ന് പറയുകയും മറുസ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവമില്ലെന്ന് പറയുകയും ചെയ്യുക. അതെന്നോട് തന്നെ ചെയ്യുന്ന ആത്മവഞ്ചനയല്ലേ? നമുക്ക് ആർക്കും ഏതൊരു സംഘടനയുടെയും ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ അംഗമാകാൻ പറ്റില്ല. ഒന്നുകിൽ മുഴുവൻ, അല്ലെങ്കിലോ ഒന്നുമില്ല, അത്ര തന്നെ. ഞാനൊരു സൊസൈറ്റിയിൽ അംഗമാണ്, ഒരു സർവീസ് സൊസൈറ്റിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ നിയമങ്ങളും ഞാൻ അനുസരിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഈ നിയമം എനിക്ക് അനുസരിക്കാൻ പറ്റില്ല, മറ്റതൊക്കെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൽ കഥയില്ലല്ലോ. ഞാനത് മുഴുവൻ സ്വീകരിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ എന്നെ അവർ പുറത്താക്കും. അതുകൊണ്ട് ഈ വിശ്വാസ പ്രഖ്യാപനം ഈ ദൃശ്യമായ ഘടനയിലാണ് നടത്തപ്പെടുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറിയിൽ കഥകടച്ചിരുന്നിട്ടല്ല. ഈ വിശ്വാസ പ്രഖ്യാപനം മറ്റു ചിലരുടെ മുമ്പിലാണ്, ചില പ്രതിനിധികളുടെ മുമ്പിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ കൂദാശകൾ നമ്മൾ കൂദാശയിൽ വിശ്വാസമില്ലാത്തവർ ഇതിൽ അംഗങ്ങളാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഈ കൂദാശകൾ ചിലതെങ്കിലും സ്വീകരിക്കാതെ നടക്കുന്ന ഒരുപാടുണ്ട്. നല്ല കത്തോലിക്കരെന്നവർ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ പക്ഷേ യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസികളല്ല, ബാഹ്യമായിട്ടുള്ള ഈ ചട്ടക്കൂടിൽ അംഗങ്ങളായിരിക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ കൂദാശകൾ നമുക്കറിയാം, 7 കൂദാശകൾ. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ 7 എണ്ണമായിരിക്കുന്നത്? നമ്മുടെ സഭയുടെ പ്രബോധനമനുസരിച്ച് 7 എണ്ണമേ ഉള്ളൂ കർത്താവ് സ്ഥാപിച്ച്, അതുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് സ്ഥാപിക്കാനായിട്ട് അവകാശമൊന്നുമില്ലാത്തത് കൊണ്ടാണ്. ഈ കൂദാശകൾ നമ്മൾ സ്വീകരിക്കണം, അതിനെ അംഗീകരിക്കണം. സഭാപരമായിട്ടുള്ള ഭരണക്രമം, അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സഭാപരമായിട്ടുള്ള ഭരണക്രമത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു, മാർപ്പാപ്പമാരിലൂടെയും മിത്രാന്മാരിലൂടെയും. പിന്നീട് താഴേക്ക് വരുമ്പം അതിൻ്റെ എല്ലാ ഘടകങ്ങളുമുണ്ട്. നമുക്കറിയാം, മാർപ്പാപ്പയ്ക്കാണ് വലിയൊരു ഔദ്യോഗിക സംവിധാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം തലപ്പത്ത് ഓരോരുത്തരുണ്ടാകും. അതിനകത്തെല്ലാം വ്യത്യസ്തമായ ഒഫീഷ്യൽസ്, ജോലിക്കാർ, ഓഫീസർമാർ, ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചേ മതിയാകും. അതല്ലാതെ നമുക്ക് കത്തോലിക്കരായിരിക്കാൻ കഴിയില്ല. രൂപതയുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ രൂപതയുടെ സംവിധാനത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും ചട്ടക്കൂടുകളും എല്ലാം ഉണ്ടാകും. അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ കത്തോലിക്കരെന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെയാണ് അത് നമുക്കറിയാം, ഇടവകയിലേക്ക് വരുന്നു. ഇടവകയുടെ മുകളിൽ ഫൊറോനകളുണ്ട്. അതുപോലെ നമ്മുടെ സഭയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പ് അല്ലെ മെത്രാപ്പോലിത്തയുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ മേൽ ചില അധികാരങ്ങളൊക്കെയുണ്ട്. അതിനു മുകളിലായിട്ട് മേജർ ആർച്ച് ബിഷപ്പുണ്ട്, അദ്ദേഹത്തിനുണ്ട് ചില അധികാരങ്ങളൊക്കെ നമ്മളുടെ മേൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ നമുക്ക് സിനഡ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. രൂപതയിലാണ് പാസ്റ്റൽ കൗൺസിൽ, പ്രൊസ്പിറ്റൽ കൗൺസിൽ, കൺസൾട്ടേഷൻ ബോഡി, ഇങ്ങനെ പലതുണ്ട്. ഈ ഘടകങ്ങളിലെല്ലാം നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ല. നമുക്കിഷ്ടമുള്ളത് അവർ ചെയ്യുന്നില്ല, അവർ തീരുമാനിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും അതിനെ നിരാകരിക്കാൻ പറ്റില്ല. നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് സ്വീകരിച്ചേ മതിയാകും. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം എനിക്കിഷ്ടമുണ്ടാവണം നിർബന്ധമില്ല. ഞാൻ ആ നിയമത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ശിക്ഷ മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പൗരത്വം ഞാൻ
ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഒരു കാര്യം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, കൂട്ടായ്മ എന്നിവയാൽ സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങൾ വഴി ക്രിസ്തുവിനോട് യോജിച്ചിരിക്കുന്നവരും. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കൂട്ടായ്മ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ ഒരു ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭരണക്രമമുണ്ട്, ബാഹ്യമായ ചട്ടക്കൂടുകളുണ്ട്, വിശ്വാസ പ്രഖ്യാപനമുണ്ട്, കൂദാശകളുണ്ട്, സഭാപരമായ ഭരണക്രമമുണ്ട്. ഇതിലൂടെയെല്ലാം വരുന്നൊരു കൂട്ടായ്മയും പരസ്പരം ഉണ്ടാക്കപ്പെടുന്ന സൃഷ്ടിക്കപ്പെടുന്ന ഒരു ബന്ധവും. ആ ബന്ധങ്ങൾ വഴി ആണ് നമ്മൾ ക്രിസ്തുവിനോട് യോജിച്ചിരിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ദ്വീപ് പോലെ നിന്നുകൊണ്ടല്ല യേശുവിനോട് യോജിച്ചിരിക്കുന്നത്. പ്രത്യേകത ഈ കൂട്ടായ്മയിലൂടെയാണ്. ഇങ്ങനെയെല്ലാമുള്ള മാർഗങ്ങളിലൂടെയാണ് ഈ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുന്നത്. അതിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്നത്. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഈ സഭയെന്ന് പറയുന്നതാണ് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണത്. ആ മൗതിക ശരീരത്തിൻ്റെ തല, ശിരസ്സ് ക്രിസ്തുവാണ്. നമ്മളെല്ലാം അവയവങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ അവയവങ്ങളായിരിക്കും നമ്മൾ തലയോടും ബാക്കി അവയവങ്ങളോടും ശരീരം മുഴുവനോടും നമ്മൾ ബന്ധിച്ചിരിക്കണം, യോജിച്ചിരിക്കണം. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ സഭയിലെ അംഗങ്ങൾ. അങ്ങനെ യോജിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ് യോജിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനോട് യോജിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനോട് യോജിച്ചിരിക്കുന്നവരും സഭയുടെ സമൂഹത്തിലേക്ക് പൂർണ്ണമായി ചേരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ സഭയുടെ ഈ കൂട്ടായ്മയിലേക്ക് പൂർണ്ണമായി ചേർന്നവർ. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു നിർത്തുകയാണ് അവിടെ. സഭയിൽ ഉൾപ്പെട്ടിരുന്നാലും സ്നേഹത്തിൽ നിലനിൽക്കാത്തവൻ രക്ഷിക്കപ്പെടുകയില്ല. ബാഹ്യമായിട്ട് ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ അംഗമായിരിക്കാം, പക്ഷേ ഞാൻ ആന്തരികമായിട്ട് ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവനല്ലെങ്കിൽ, ഈ തരത്തിലുള്ള ഘടകങ്ങളെയെല്ലാം അംഗീകരിക്കുന്നവനല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് രക്ഷ കിട്ടിയെന്ന് വരില്ല. കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന ആ രക്ഷ, പാപമോചനം എനിക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എനിക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഈ കത്തോലിക്കാ സഭയുടെ അംഗമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില വ്യവസ്ഥകൾ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. അവസാനമായിട്ട് പറയുകയാണ്, അങ്ങനെയുള്ളവൻ ശരീരം കൊണ്ട് സഭയുടെ മടിയിലാണ്, പക്ഷേ ഹൃദയം കൊണ്ട് അങ്ങനെയല്ല. ശരീരം കൊണ്ട് സഭയുടെ മടിയിലാണ്, ഹൃദയം കൊണ്ട് അങ്ങനെയല്ല. അപ്പോൾ അംഗത്വം എന്ന് പറയുന്നത്, കത്തോലിക്കാ സഭയിലെ അംഗത്വം എന്ന് പറയുന്നത് ബാഹ്യം മാത്രമല്ല, നേരെ മറിച്ച് അത് ആത്മീയം കൂടിയാണ്. ബാഹ്യമായിട്ടുള്ള അംഗത്വം കൊണ്ട് ഒരു പക്ഷേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും, മാമോദിസ മുങ്ങാൻ പറ്റും, അല്ലെങ്കിൽ പട്ടം വാങ്ങിക്കാൻ പറ്റും, അതുമല്ലെങ്കിൽ രോഗീലേപനം കിട്ടും, സ്ഥൈര്യലേപനം കിട്ടും, കുർബാന കിട്ടും, കൂദാശ എല്ലാം കിട്ടും. നേരെ മറിച്ച് കിട്ടാതെ പോകുന്ന ഒന്നുണ്ട്. അതെന്താണ്? ഇതിലൂടെ എല്ലാം ലക്ഷ്യം വയ്ക്കുന്ന രക്ഷ, സ്വർഗരാജ്യം. അത് കിട്ടുകയില്ല. അത് കിട്ടാതെ ഇത് കിട്ടിയിട്ട് എന്ത് കാര്യം? ലോകം മുഴുവൻ നമ്മൾ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്താ പിന്നെ പ്രയോജനമുള്ളത്? അപ്പോൾ യഥാർത്ഥത്തിൽ കത്തോലിക്കാ സഭയുടെ അംഗങ്ങളാകുക എന്ന് പറഞ്ഞാൽ അത് ബാഹ്യവും ആന്തരികവുമായ പ്രക്രിയയാണ്. ആ പ്രക്രിയ നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിച്ച് അംഗീകരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ സഭയുടെ അംഗങ്ങളാകുകയുള്ളൂ. ഹൃദയം കൊണ്ട് അങ്ങനെയല്ലാത്തവൻ, ശരീരം കൊണ്ട് സഭയുടെ മടിയിലായിരിക്കുന്നവൻ രക്ഷ പ്രാപിക്കുകയില്ല. ഒരിക്കൽ കൂടി നമുക്ക് ആ 837 വായിക്കാം. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരും സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള രക്ഷയുടെ സകല മാർഗങ്ങളോടുമൊപ്പം സഭയുടെ മുഴുവൻ ഘടനയും സ്വീകരിക്കുന്നവരും മാർപ്പാപ്പയിലൂടെയും മെത്രാന്മാരിലൂടെയും ഭരിക്കപ്പെടുന്ന സഭയുടെ ദൃശ്യഘടനയിൽ വിശ്വാസ പ്രഖ്യാപനം, കൂദാശകൾ, സഭാപരമായ ഭരണക്രമം, കൂട്ടായ്മ എന്നിവയാൽ സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങൾ വഴി ക്രിസ്തുവിനോട് യോജിച്ചിരിക്കുന്നവരും സഭയുടെ സമൂഹത്തിലേക്ക് പൂർണ്ണമായി ചേർന്നവരാണ്. സഭയിൽ ഉൾപ്പെട്ടിരുന്നാലും സ്നേഹത്തിൽ നിലനിൽക്കാത്തവൻ രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ളവൻ ശരീരം കൊണ്ട് സഭയുടെ മടിയിലാണ്, പക്ഷേ ഹൃദയം കൊണ്ട് അവിടെയല്ല. പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു ഞങ്ങളെ ഈ സഭയിലേക്ക് വിളിച്ചതിന്. നിൻ്റെ പുത്രൻ്റെ അനുയായികളുടെ സമൂഹമായ കൂട്ടായ്മയായ ഈ സഭയിലേക്ക് അംഗമാകുവാൻ കർത്താവേ ഞങ്ങളെ വിളിച്ചുവല്ലോ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അംഗത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി
കർത്താവ് ഇതിൻ്റെ അരൂപയെ ഉൾക്കൊണ്ട് പൂർണ്ണമായ രീതിയിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഇതിനെ പേറുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബാഹ്യമായി മാത്രമല്ല, ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലുമെല്ലാം ഈ സഭയുടെ അംഗങ്ങളാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ. ആമേൻ.